ഒരു ഹദീസിൽ കാണാം, കാനത്ത് ഖുറൈശുൻ തഹ്ലിഫു ബി ആബാഇഹ, ഖുറൈശികൾ അവരുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒരു അനുഭവം ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. കുൻതു ഫി റക്ബിൻ അസീറു ഫി ഗസാത്തിൻ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരോടൊപ്പം ഒരു യുദ്ധയാത്രയിൽ ഞാൻ സഞ്ചരിക്കവേ, ലാ വ അബി, അല്ല എൻ്റെ വാപ്പയാണ് സത്യം എന്ന് ഞാൻ സത്യം ചെയ്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ എന്നെ വിലക്കി. മഹ് എന്ന് പറഞ്ഞ്, ലാ തഹ്ലിഫു ബി ആബാഇക്കും, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന് വിലക്കി. ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബി ആബാഇക്കും, അല്ലാഹു അസ്സ വജൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് വിരോധിക്കുന്നു എന്നറിയിച്ചു. ഇന്നഹു മൻ ഹലഫ ബിശൈഇൻ ദൂനല്ലാഹ് ഫഖദ് അശ്റക്, അള്ളാഹുവെ കൂടാതെ വല്ലതിനെ കൊണ്ടും സത്യം ചെയ്യുന്നവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു തീർച്ച എന്ന് സഗൗരവം അവിടുന്ന് ഉണർത്തി. തുടർന്ന് പറഞ്ഞു, ഫമൻ കാന ഹാലിഫൻ ഫലാ യഹ്ലിഫ് ഇല്ലാ ബില്ലാഹ്, സത്യം ചെയ്യുന്നവൻ അള്ളാഹുവെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. വമൻ ഹലഫ ബില്ലാഹി ഫലിയസ്ദുഖ്, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയായാൽ അവൻ സത്യസന്ധത പുലർത്തട്ടെ. വമൻ ഹുലിഫ ലഹു ബില്ലാഹ് ഫല്യർദ, അള്ളാഹുവെ കൊണ്ട് വല്ലവർക്കും വേണ്ടി സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫല്യർദ, അയാൾ തൃപ്തിപ്പെടട്ടെ. വമൻ ലം യർദ ബില്ലാഹ് ഫലൈസ മിനല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യം തൃപ്തിപ്പെടാത്തവൻ അവൻ അള്ളാഹുവിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അടുത്തവനല്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫവല്ലാഹി മാ ഹലഫ്തു ബിഹാ മുൻദു സമയതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാകിറൻ വലാ ആസിറ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് കേട്ട നാൾ മുതൽ പിന്നീട് ഞാൻ ഓർത്തുകൊണ്ടോ അല്ലാതെയോ സത്യം ചെയ്യുകയുണ്ടായിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് ഖുറൈശികൾ അവരുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു. ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം ആ ശീലം ഉമറിൽ തുടർന്നതാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇതൊക്കെയും നമ്മളോട് പറയുന്നത് പൂർവികരുടെ വിഷയത്തിൽ, പിതാക്കളുടെ വിഷയത്തിൽ ജാഹിലിയത്തിൻ്റെ തീവ്ര വിശ്വാസവും വികാരവുമാണ്. ഈ വിശ്വാസവും വികാരവുമാണ് അവരെ പിതൃപൂജയിലേക്കും അവരെ അന്ധമായി അനുകരിക്കുന്നതിലേക്കും എത്തിച്ചിരുന്നത്. വ ഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കിതാബിനെയും സുന്നത്തിനെയും നിങ്ങൾ പിൻപറ്റൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയ ആദർശം അത് ഞങ്ങൾ പിൻപറ്റും എന്നവർ അഹങ്കരിച്ച് നിഗളിച്ച് പ്രതികരിക്കുവാനുള്ള കാരണം ഇങ്ങനെ പിതാക്കളുടെ വിഷയത്തിലുള്ള തീവ്ര വിശ്വാസവും വിചാരവും ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്ന ആയത്തിലൂടെ അവരോട് ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം നിരാകരിക്കാനാണ്, കുറ്റപ്പെടുത്താനും അതേപോലെ അവരുടെ അനുകരണത്തിൻ്റെ വിഷയത്തിൽ ആശ്ചര്യം ദ്യോതിപ്പിക്കാനുമാണ്.